സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗിരീഷിനെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ആരും അറിയാതെ ദേവികയാണെങ്കിൽ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. അങ്ങനെ ഗിരി തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ഇത് പാർട്ടിപരമായിട്ടുള്ള കാര്യമാണെന്നും അതുകൊണ്ട് തന്നെ താൻ ഇതിൽ ഇടപെട്ടത് ശരിയായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ് ഞാൻ ഗിരിയേട്ടനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ സ്വന്തം ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ താൻ ഇടപെടണ്ടേ എന്നൊക്കെ ദേവിക ചോദിക്കുന്നുണ്ട്. അങ്ങനെ രജനിയാണെങ്കിൽ ഇതൊന്നും അറിയാതെ നമ്മുടെ ഗിരിയെയും കാത്തങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ദേവികയെ ഗിരീഷിനോട് കുറ്റം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വരുന്ന സമയത്ത് ഈ പറയുന്ന ആൾ തന്നെയാണ് തന്നെ പുറത്തിറക്കിയതെന്നും അയാൾ ഇല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോഴും അകത്ത് തന്നെ കിടക്കുന്നുണ്ടാവും എന്നൊക്കെ ഗിരീഷാണെങ്കിൽ നമ്മുടെ രജനിയോട് പറയുന്നുണ്ട്. രജനിക്കാണെങ്കിൽ ആകെ കുറ്റബോധം തോന്നുകയാണ് ദേവികയെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഓർത്തിട്ട്. പിന്നീട് പ്രഭാവതിയുടെ കാര്യം ത്യാഗരാജനാണെങ്കിൽ ഋഷിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും അമ്പലത്തിൽ വെച്ച് അപമാനിച്ച കാര്യം ഋഷി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നന്ദൻ ഇത് അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ത്യാഗരാജ പറയണം. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ദേവിയെ കാത്തിരിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ ഒരു പൊട്ടിത്തെറി തന്നെയാണ്. സംഘടനാപരമായിട്ടുള്ള കാര്യത്തിൽ സ്ഥലം MLA എന്തിനെ ഇടപെട്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവികയോട് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥൻ. എന്തായാലും ദേവികയെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയാണ് നന്ദൻ. അങ്ങനെ പ്രഭാവതി ആകെ വല്ലാത്തൊരവസ്ഥയിൽ ക്ഷീണിതയായിട്ട് ഇരിക്കുമ്പോൾ നന്ദൻ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പ്രഭയാണെങ്കിൽ മനസ്സോട് കൂടിയിട്ട് ആ ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നന്ദന് ആകെ വല്ലാതെ ആവുന്നുണ്ട്. എൻ്റെ അമ്മയെ അവൻ നട്ടു റോട്ടിൽ വെച്ച് അപമാനിച്ചു. ഒരിക്കൽ ഞാൻ അവന് ആ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ഒരടി കൊടുത്തതാണ്. ഇനി ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അവനെ ശരിക്കും എനിക്കിത് കാണണം. അവനെ ഇനിയും അയച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനിയും ക്രിയേറ്റ് ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ നന്ദ നീ ഒന്നിനും പോകരുത്, അത് ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പ്രഭാവതിയും സിദ്ധാർത്ഥനും പറയുന്നു. ദേവിയും പറയുന്നുണ്ട് അവരുമായിട്ട് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ, എന്നിട്ട് തീരുമാനത്തിലെത്താമെന്നൊക്കെ. അങ്ങനെ പ്രഭാവതി പറയണേ, എനിക്ക് വേണ്ടിയിട്ട് ആരും ഒന്നിനും പോവേണ്ട, അവൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് ചെയ്തോട്ടെ. ഞാൻ സ്വയമേ കീഴടങ്ങാനായിട്ട് പോലീസിന് മുന്നിൽ പോയപ്പോൾ അരുന്ധതി തന്നെയാണല്ലോ അതൊരു പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞു വിട്ടത്. അങ്ങനെ സിദ്ധാർത്ഥം പറയുന്നുണ്ട്, ഈ പക വെറുതെ വിട്ടാലും ശരിയാവില്ല, എല്ലാവരും ഇടപെട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ മതിയാവും എന്നൊക്കെ. എന്തായാലും നന്ദനാണെങ്കിൽ ചുമ്മാ ഇരിക്കാനൊന്നും തീരുമാനിക്കുന്നില്ല. തൻ്റെ അമ്മയെ അപമാനിച്ച അവന് തിരിച്ചടി കൊടുക്കാൻ തന്നെ നന്ദനും തീരുമാനിക്കുന്നു. പിന്നീട് ദേവികയാണെങ്കിൽ ആരും അറിയാതെ അരുന്ധതിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് തനിക്കൊന്ന് കാണണമെന്നും എല്ലാം പറയണം. അങ്ങനെ ദേവിക അരുന്ധതിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. മേഡം, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഋഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ എന്ത് ചെയ്തെന്നാ പറയുന്നത്? എൻ്റെ മോൻ ആരോടും ഒന്നും ചെയ്തിട്ടില്ല എന്നാ എൻ്റെ ഒരു അറിവ്. അവനെ ചതിക്കാനും അവൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി മാത്രമേ ചന്ദ്രോത്തുകാർ ശ്രമിച്ചിട്ടുള്ളൂ. മേഡം, ഈ പറയുന്നതിലൊക്കെ തന്നെ ചിലപ്പോൾ ന്യായമുണ്ടായിരിക്കാം. പക്ഷേ ഇന്നലെ മേഡം അറിയാത്ത ഋഷി ചെയ്തത് ഒരു വൃത്തികെട്ട പരിപാടിയായിപ്പോയി എന്നൊക്കെ പറയുകയാണ്. അതിന് അവൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടാ നീ ഈ പറയുന്നത്? അങ്ങനെ ദേവികയാണെങ്കിൽ പ്രഭാവതിയോട് ഋഷി ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. ഈ സമയം അരുന്ധതിയാണെങ്കിൽ അവൻ സിനിമയ്ക്ക് പോകുകയാണെന്ന് പറഞ്ഞ് ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെയൊക്കെ കാണിച്ചിരുന്നല്ലോ, അതൊക്കെ തന്നെ ഓർക്കുന്നുണ്ട്. ഋഷി അതിനു വേണ്ടിയിട്ടാണ് പോയെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ അരുന്ധതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൻ അങ്ങനെ ചെയ്താൽ കൂടിയും എനിക്കൊരു കുറ്റബോധവുമില്ല. കാരണം ചന്ദ്രോത്തുകാരെ തകർത്തിരിക്കും. ചന്ദ്രോത്തുകാരാണ് അവൻ്റെ ഇപ്പോഴത്തെ ശത്രുക്കൾ. അങ്ങനെ ദേവിക പറയുന്നുണ്ട്, ഇനി ഞങ്ങളുടെ അമ്മയെ അപമാനിച്ചാൽ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. അമ്മ എല്ലാം കൊണ്ടും സഹിച്ചു നിൽക്കുകയാണ്. കാരണം കുടുംബത്തിന് സമാധാനം മാത്രം ഓർത്തിട്ട്. പഴയ അമ്മയാണെങ്കിൽ ഇങ്ങനെയൊന്നായിരിക്കില്ല പ്രതികരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ പ്രഭാവതി എത്ര സഹിച്ചാലും ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യും. എങ്കിൽ പിന്നെ മേഡം ഒരു കാര്യം ഓർത്തോ, ഈ ദേവിക ജീവിച്ചിരിക്കുന്ന കാലം വരെ ഞങ്ങളുടെ അമ്മയെ തൊടാൻ പോലും ഒന്ന് കഴിയില്ല. ഇത് ഈ ദേവികയുടെ താക്കീതായി തന്നെ മേഡം കണ്ടോ എന്ന് പറയുമ്പോൾ അരുന്ധതിക്ക് മനസ്സിലാവുന്നുണ്ട് ദേവിക അത്രത്തോളം, അതായത് കുടുംബത്തിന് വേണ്ടി ജീവൻ പോലും കളയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവളാണെന്ന്. എന്തായാലും വലിയൊരു ഭീഷണി തന്നെയാണ് ദേവിക മുഴക്കിയിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.